തൃശൂർ നഗരത്തിലുൾപ്പെടെ വെള്ളക്കെട്ടിന് ഇടയാക്കും വിധത്തിൽ തോടും വയലും കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന തൃശൂർ ദയാ ഹോസ്പിറ്റലിനെതിരെ പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി ടി.എച്ച്. ഷഫീർ ഹംസ. ആശുപത്രിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് തോട് കയ്യേറിയിട്ടാണെന്നും ഷഫീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ഹെൽത്തിന് കൊടുത്ത കംപ്ലൈന്റാണ്. അതിലവർ പറയുന്നുണ്ട് തോട്ടിൽ നിന്നും മലിനജലം, ഹോസ്പിറ്റൽ മലിനജലം, ഈ ഹോസ്പിറ്റൽ മേഖലയിലുള്ളവർക്ക് അറിയാം, ഒരു ന്യൂക്ലിയർ ബോംബിനേക്കാൾ എഫക്റ്റാണ് ഒരു സമൂഹത്തിൽ ഈ ഹോസ്പിറ്റൽ മലിനജലം എന്ന് പറയുന്നത്. ഈ മലിനജലമാണ് ഇവർ തോട്ടിലോട്ട് വിടുന്നത്. ആക്ച്വലി ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇത് തോട് കയ്യേറിയ സ്ഥലത്താണ് ഈ മലിനജല പ്ലാന്റ് ഉള്ളത്. ഞാൻ റീസർവേ നടത്തിച്ചു. അത് തോട് കയ്യേറിയ ലാൻഡിലാണ് ഈ മലിനജലം. അതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളക്കെട്ട് കാലത്ത്, മഴക്കാലത്ത് തോട് എന്തായാലും നിറയും. ഈ സമയത്ത് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് നടക്കില്ല. ഡയറക്റ്റ് വേസ്റ്റാണ് ഈ തോട്ടിലോട്ട് തള്ളുന്നത്. ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്ങും ആ സമയത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റും പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഡയറക്റ്റ് വേസ്റ്റ് തോട്ടിലോട്ടാണ് തള്ളുന്നത്. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് മുഴുവൻ നിൽക്കുന്നത് കയ്യേറ്റ ഭൂമിയിലാണ്. ഇവർ ഈ പാടം, മറ്റേ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പാടമാണ് ഇവർ നികത്തിയിട്ട് മറ്റേ പാർക്കിങ്ങിലേക്ക് നിർത്തിയിട്ടുള്ളത്. ഈ പാടം പൂർവ്വസ്ഥിതിയിലാക്കാൻ കലക്ടറുടെ ഉത്തരവുണ്ടായിട്ടും ഗവൺമെന്റിൽ നിന്നും ചീഫ് സെക്രട്ടറിയിൽ നിന്നും ഉത്തരവ് വന്നിട്ടും നോർമലി അത് ഇവർ ഹൈക്കോടതിയിൽ പോയി സ്റ്റേയിൽ നിൽക്കുകയാണ്. ആ സ്റ്റേ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അതിന് വേറൊരു നടപടികളില്ല. തൃശ്ശൂർ നിവാസികളുടെ വെള്ളപ്പൊക്കത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഈ തോടാണ്. ഈ തോട്ടിൽ നിന്നാണ് വെള്ളം പുഴയിലേക്ക് ഒഴുകുന്നത്, ശോഭ വഴിയുള്ള പുഴയിലേക്ക്. തൃശ്ശൂർ നിവാസികളുടെ മൊത്തം വെള്ളപ്പൊക്കം ഇന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരു 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. തൃശ്ശൂർ റൗണ്ടാണ്. ഇത് അവിടുത്തെ കോർപ്പറേഷൻ അധികാരികൾക്ക് അറിയാഞ്ഞിട്ടല്ല, അല്ലാതെ ഭരണകൂടത്തിന് അറിയാഞ്ഞിട്ടല്ല. ലാൻഡ് കൺസർവേഷൻ ആക്ട്, പാടി ആക്ടും അതിൻ്റെ റിസീവർ, അതിൻ്റെ മേലധികാരി കളക്ടറാണ്, RDO ആണ്. അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇതൊക്കെ അറിഞ്ഞാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. ഭൂമിയും തോടും കയ്യേറിയ ദയാ മാനേജ്മെന്റ് ആശുപത്രി നടത്തിപ്പും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. മഴക്കാലത്ത് ആശുപത്രി മാലിന്യം തോട്ടിലേക്ക് നേരിട്ടൊഴുക്കുന്നത് ഗുരുതരമായ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 12 മീറ്ററോളം വീതിയുണ്ടായിരുന്ന തോട് കയ്യേറ്റം മൂലം 5 മീറ്റർ താഴെയായി കുറഞ്ഞു. മാലിന്യ സംസ്കരണ പ്ലാന്റിന് പുറമെ ആശുപത്രി കെട്ടിടവും നിൽക്കുന്നത് കയ്യേറ്റ ഭൂമിയിലാണ്. പാസി നിയമവും ഡാറ്റാ ബാങ്ക് ലംഘനവും നടത്തിയിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിന് പിന്നിൽ ഉദ്യോഗസ്ഥർക്ക് ദയാ മാനേജ്മെന്റുമായി അവിശുദ്ധ ബന്ധമുള്ളതുകൊണ്ടാണ്. കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ മുതൽ മന്ത്രിതലം വരെ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും ഷഫീർ ഹംസ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.